കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ജിമ്മിൽ പോയാലും ഹോട്ടലിൽ പോയാലും എന്തിന് റേഷൻ കടയിൽ പോയാലും അവിടെ മുസ്ലിം സമുദായ അംഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന ആളുകളൊക്കെ തീവ്രവാദികളാണെന്ന് വിളിച്ചു പറയാൻ കഴിയുമോ എന്ന് ഉറക്കെ ചോദിച്ചിരിക്കുകയാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ RSSലും BJPയിലും ഒക്കെ ആയിരുന്ന സമയത്ത് ഇതേ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതൊക്കെ നമുക്ക് മാറ്റി നിർത്തുകയാണ്. സന്ദീപ് വാര്യർ ചോദിക്കുന്ന ചോദ്യം ശക്തമാണ്. അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, ഈ മക്സവൻ എന്ന് പറയുന്ന വ്യായാമ ശൃംഖല 2 വർഷത്തിനുള്ളിൽ 1000-ലധികം സ്ഥലങ്ങളിൽ വ്യാപിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് ഒരു വാർത്ത അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു പട്ടാളക്കാരൻ സർവീസിൽ നിന്ന് റിട്ടയർ ആയി വന്ന ശേഷം തുടങ്ങിയ ഒരു 7 വ്യായാമ മുറകളെ ഒരുമിച്ച് ചേർത്ത് തയ്യാറാക്കിയ ഒരു വ്യായാമ മുറയാണ് മക്സവൻ എന്ന് പറയപ്പെടുന്ന വ്യായാമ മുറ. അതിൽ മുസ്ലിം സമുദായ അംഗങ്ങൾ ധാരാളം പേർ പങ്കെടുക്കുന്നുണ്ട്. ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളും ഈ വ്യായാമ ശൃംഖലയുടെ ഭാഗമാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനെ കോഴിക്കോട് CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ മോഹനൻ ഇതിനെ ഖണ്ഡിച്ചത്, ഇതിനകത്തുള്ള ഈ വാട്സപ്പ് കൂട്ടായ്മകൾക്കകത്ത് ചില ആളുകൾ ചില എലമെൻറ്റുകൾ അത് വളരെ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട്, അതുപോലെ തന്നെ നിരോധിത സംഘടനകളുടെ ആളുകൾ, തീവ്ര മത ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ, നിരീക്ഷിക്കപ്പെടുന്ന ആളുകൾ, അവരൊക്കെ ഈ വ്യായാമ ശൃംഖല ഗ്രൂപ്പുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗം ഇത് വ്യാപിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ വലിയൊരു തീവ്രവാദ നെറ്റ്വർക്കായി ഇത് മാറുന്നു എന്നാണ് മോഹനൻ മാസ്റ്ററുടെ വിമർശനം. അത് ശരിയല്ല എന്ന് സ്ഥാപിക്കുന്നതിന് മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വരികയും ചെയ്തു. CPMന്റെ മറ്റ് നേതാക്കളൊക്കെ ഈ വ്യായാമമുറ സംബന്ധിച്ച കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്ക് തുടരുകയും ചെയ്തു. അപ്പോഴാണ് സന്ദീപ് വാര്യരുടെ വിമർശനം വരുന്നത്. കോൺസ്പിറസി തിയറികൾ, അതായത് ഗൂഢാലോചന തിയറികൾ അടിച്ചിറക്കി വിട്ട് കേരളത്തിലെ മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചില രാഷ്ട്രീയ ശക്തികൾ, പ്രത്യേകിച്ച് CPM അതുപോലെ തന്നെ BJPയും. ഈ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയ വഴിയിൽ നിന്ന് കേരളം മാറി സഞ്ചരിക്കണമെന്നാണ് സന്ദീപ് വാര്യർ ആവശ്യപ്പെടുന്നത്. സന്ദീപ് വാര്യർ ഇക്കാര്യം പറയുമ്പോൾ, സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല, KPCCയിൽ പ്രത്യേകിച്ച് പദവികളൊന്നുമില്ല, വെറും പ്രവർത്തകൻ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാർ വാല്യൂ നിസ്സാരമല്ല, ചെറുതല്ല. എന്തിനാണ് BJP ഇങ്ങനെ CPMന് പുറകെ പോകുന്നത്? CPMകാരാണല്ലോ മക്സവൻ എന്ന് പറയുന്ന ഈ വ്യായാമ ശൃംഖല തീവ്രവാദ ശൃംഖലയാണെന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത്. അതിനൊപ്പം BJP എന്തിനു പോകണം? സുരേന്ദ്രൻ്റെ ഉള്ളിയേരിയിൽ വരെയുള്ള സ്ഥലങ്ങളിൽ വ്യായാമ ശൃംഖല പടർന്ന് പന്തലിച്ചിട്ടും അവിടെയും അതിൻ്റെ ഗ്രൂപ്പും കൂട്ടായ്മയും ഈ വ്യായാമ മുറയൊക്കെ നടന്നിട്ടും എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ ഇത് അറിയാതെ പോയത്? എല്ലാ മനുഷ്യരെയും നിരീക്ഷിക്കാൻ സംവിധാനമുള്ള കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ്, അമിത്ഷാ, ഇവരൊക്കെ ഉള്ളതല്ലേ, ഇവരൊക്കെ എല്ലാവരെയും നിരീക്ഷിക്കുന്നതല്ലേ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ നിരന്തരം നിരീക്ഷിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നവരല്ലേ, അവരെന്തുകൊണ്ട് ഇത് കണ്ടെത്തിയില്ല? അപ്പോൾ സുരേന്ദ്രൻ BJPയുമായി നേരെ CPMന്റെ പാളയത്തിലേക്ക് പോവുകയാണ് എന്നൊരു വിമർശനം കൂടി ഈ വ്യായാമ ശൃംഖലയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള സംഭാഷണത്തിനിടയിൽ, എഴുത്തിനിടയിൽ സന്ദീപ് വാര്യർ സൂചിപ്പിക്കുന്നുണ്ട്. തീർത്തും ഈ മക്സവൻ എന്താണ് ആക്ച്വലി? അതിന് തീവ്രവാദ ബന്ധമുണ്ടോ? ഇതൊക്കെ പരിശോധിക്കേണ്ടത് സംസ്ഥാന പോലീസും ഇൻ്റലിജൻസുമാണ്. ഇന്നേ വരെ അതിനകത്ത് ഒരു തീവ്രവാദത്തിൻ്റെ എലമെൻറ്റോ അല്ലെങ്കിൽ രാജ്യദ്രോഹത്തിൻ്റെ എലമെൻറ്റോ ഉള്ളതായി ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് 10-15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വ്യായാമ മുറയാണ്. ആളുകൾ വരുന്നു, വ്യായാമം ചെയ്യുന്നു, പോകുന്നു. അല്ലാതെ കൂടിച്ചേരുകയോ ചേരലുകളോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുമില്ല. ഇതിൻ്റെ സ്ഥാപിച്ച ലക്ഷ്യം തന്നെ വ്യായാമ മുറ വളരെ പോസിറ്റീവായിട്ടാണ് സ്ഥാപിച്ചതെങ്കിലും പിന്നീട് ചില ആളുകൾ, ഈ നിരീക്ഷണ വിധേയരായ ചില ആളുകൾ ഇതിനകത്ത് അംഗങ്ങളായി വന്നതാണ് ഈ മോഹനൻ മാസ്റ്ററെയൊക്കെ ചൊടിപ്പിച്ചതും ഇങ്ങനെ പ്രസ്താവന ഇറക്കാനൊക്കെ പ്രേരിപ്പിച്ചത്. ഇനി മക്സവനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ്, ഈ BJPക്ക് ഇപ്പോഴാണ് അറിവ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് കഴിവുകെട്ട ആളുകളാണ്? ഇത് തീവ്രവാദ പ്രസ്ഥാനമാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ അറിഞ്ഞില്ല? ഇനി നിങ്ങൾ അതിനുവേണ്ടി ഒരു കാര്യം ചെയ്യണം. ഈ അമിത്ഷായോടങ്ങ് രാജിവെച്ച് മാറാൻ വേണം. അമിത്ഷായെ കൊണ്ട് രാജിവെപ്പിച്ചിട്ട് CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയെ പിടിച്ച് ആഭ്യന്തര വകുപ്പ് ഏൽപ്പിക്കണം എന്നാണ് സന്ദീപ് വാര്യരുടെ പരിഹാസം. അത് BJPക്ക് കുറുക്കിക്കൊള്ളുന്ന പരിഹാസവും തന്നെയാണ്. കാരണം BJP ഇന്നേ വരെ ഇത് പറഞ്ഞില്ലല്ലോ. കൃത്യം 1 മാസം മുമ്പ് യോഗനാഥം ഈ മക്സവനെ കുറിച്ച് വാർത്ത ചെയ്തിരുന്നു. P. മോഹൻ്റെ ഒരു യൂട്യൂബിൽ നിന്ന് ഒരു പ്രസംഗം കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് ഞാൻ ഈ വാർത്ത ചെയ്തിരുന്നു 1 മാസം മുമ്പ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വീണ്ടും ഇത് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോഴൊന്നും ഈ സുരേന്ദ്രനോ അതുപോലെ തന്നെ BJPയിലെ ഒരു നേതാക്കളോ ഇതിനെതിരെ മിണ്ടിയില്ല, വാളെടുത്ത് ഓങ്ങിയില്ല. ഇപ്പോഴിതാ വരുന്നു. CPM കൊട്ടിഘോഷിച്ചപ്പോൾ, അതിനകത്ത് നടക്കുന്ന തീവ്രവാദമാണെന്ന് CPM പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ച് സുരേന്ദ്രൻ വരുന്നു. ഇത് CPMും BJPയും തമ്മിലുള്ള ധാരണയുടെ പുറത്താണ്. CPM BJPക്ക് വഴിമാറി കൊടുക്കുന്നു.
BJPയുടെ വോട്ട് കുറയാനല്ല, BJPക്ക് വോട്ട് നേടിക്കൊടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. പാലക്കാട് പരസ്യം ചെയ്തതുപോലും ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് സന്ദീപ് വാര്യർ കുറിച്ചു വയ്ക്കുമ്പോൾ സന്ദീപ് വാര്യരുടെ വാക്കുകൾ വളരെ ജെനുവിനാണ്, വളരെ സത്യസന്ധമായി അദ്ദേഹം പറയുന്നു. ഇതിനകത്ത് തീവ്രവാദ എലമെന്റ് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ചുമതല സംസ്ഥാന ഇന്റലിജൻസിനും സംസ്ഥാന പോലീസിനുമുണ്ട്. ഇനി കേന്ദ്രം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് വേണമെങ്കിൽ NIA നിയോഗിച്ച് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം. ഇതൊക്കെ സുരേന്ദ്രൻ ഇരുന്ന് വിളിച്ചു പറയുമ്പോൾ അത് CPM താളം കൊട്ടലായി മാറുന്നു എന്ന് സുരേന്ദ്രൻ തിരിച്ചറിയണമെന്ന് സന്ദീപ് വാര്യർ ഓർപ്പിക്കുന്നു.